നമസ്കാരം. നമ്മുടെ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിന്റെ 8ാമത്തെ ക്ലാസ് ആണ്. ഇതിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കിർച്ചോഫിന്റെ വോൾട്ടേജ് ലോ ആണ്, KVL എന്ന് പറയും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കിർച്ചോഫ് കറന്റ് ലോ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കിർച്ചോഫിന്റെ വോൾട്ടേജ് ലോയും കൂടി നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. ഇതൊക്കെ നമുക്കൊരു സർക്യൂട്ട് അനാലിസിസിന്റെ ബേസിൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് റൂളുകളാണ്. ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മൊഡ്യൂളിലുള്ള അല്ലെങ്കിൽ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക് സർക്യൂട്ട്സിന്റെ 1ാമത്തെ മൊഡ്യൂളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സോൾവ് ചെയ്ത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ? എന്താണ് ഒരു കിർച്ചോഫ് വോൾട്ടേജ് ലോ എന്ന് പറഞ്ഞാൽ? കിർച്ചോഫ് കറന്റ് ലോ നമ്മൾ പറഞ്ഞിരുന്നു. ഒരു നോഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് വരുന്ന കറണ്ടും അതിൽ നിന്നും പോകുന്ന കറണ്ടും തമ്മിൽ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ algebraic sum of the any given node, algebraic sum of the current in a node is equal to 0 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ജംഗ്ഷൻ is equal to 0 എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് KCL നമ്മൾ പറഞ്ഞത്. ഇനി വോൾട്ടേജ് ലോയിലേക്ക് വരുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ മറ്റൊരു റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ വേറൊരു റെസിസ്റ്റർ ഉണ്ട്. സോ ഇവിടെ നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു, ഈ റെസിസ്റ്ററിൽ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുന്നു, ഈ റെസിസ്റ്ററിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുന്നു, ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുന്നു. അതായത് ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താണ്, ഈ R1 ഇതൊരു R1 റെസിസ്റ്റർ ആണ്, ഇതൊരു R2 റെസിസ്റ്റർ ആണ്, ഇതൊരു R3 ആണ് കണക്കാക്കാം. സോ സ്വാഭാവികമായിട്ടും നമ്മൾ കൊടുത്ത വോൾട്ടേജിന്റെ ഒരു ഭാഗം നമുക്ക് ഈ R1ൽ ഡ്രോപ്പ് ആവും. അതുപോലെ കൊടുത്ത വോൾട്ടേജിന്റെ ഒരു ഭാഗം നമുക്ക് R2ൽ ഡ്രോപ്പ് ആവും, അതാണ് V2. കൊടുത്ത വോൾട്ടേജിന്റെ ഒരു ഭാഗം എന്ത് ചെയ്യും, R3ൽ ഡ്രോപ്പ് ആവും, അതാണ് V3. സോ ക്രിച്ചോഫിന്റെ വോൾട്ടേജ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ഇല്ലേ, കൊടുക്കുന്ന വോൾട്ടേജ് എന്തിനോട് സമമായിരിക്കും, നമുക്കിവിടെ ഡ്രോപ്പ് ആവുന്ന ആ സർക്യൂട്ടിൽ ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജുകളുടെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും. അതായത് V1 പ്ലസ് V2 പ്ലസ് V3 എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. V1 പ്ലസ് V2 പ്ലസ് V3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം, നമ്മൾ കൊടുത്ത വോൾട്ടേജ് കിട്ടണം. അതാണ് പറയുന്നത്. ഇതിനെ മറ്റു തരത്തിലും പറയും ആൾജിബ്രൈക് സം ഓഫ് ദി, ഇപ്പം ഒരു നമ്മൾ ഇതിന്റെ ക്രിച്ചോഫ് വോൾട്ടേജ് ലോ നമ്മൾ കൃത്യമായിട്ട് അതിന്റെ ഡെഫിനിഷൻ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയും, algebraic sum of all voltages around any closed loop in an electrical circuit is always 0. അപ്പം algebraic sum of എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് നോക്കാം. ഇതിനെ സൈൻ കൺവെൻഷനുമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് വോൾട്ടേജ്, നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, വോൾട്ടേജ് റൈസ് എന്ന് പറയും. ഇത് വോൾട്ടേജ് റൈസ്, നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ആണ്, ഇതിനെ വോൾട്ടേജ് റൈസ് എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുക, വോൾട്ടേജ് റൈസ്. അത് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക. ഇനി വോൾട്ടേജ് ഡ്രോപ്പുകളാണ് ഇതൊക്കെ അല്ലെ. വോൾട്ടേജ് ഡ്രോപ്പ് 1, വോൾട്ടേജ് ഡ്രോപ്പ് 2, ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് 3. സോ ഇവിടെ വോൾട്ടേജ് ഒരു കൂടിയ വോൾട്ടേജ് അല്ലെങ്കിൽ വോൾട്ടേജ് റൈസ് ആണ് നമുക്ക് ഈ ബാറ്ററിയിൽ ഉണ്ടാവുന്നെങ്കിൽ, പക്ഷെ റെസിസ്റ്ററിലൊക്കെ വോൾട്ടേജ് വീഴുക ചെയ്യുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം. നമ്മൾ നേരത്തെ കറണ്ട് റൂൾ പറഞ്ഞ പോലെ വോൾട്ടേജ് റൈസുകളൊക്കെ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എഴുതും. അപ്പൊ പോസിറ്റീവ് V അല്ലെ. പിന്നെ ഡ്രോപ്പുകളൊക്കെ നമ്മൾ നെഗറ്റീവ് ആയിട്ട് എഴുതണം. അപ്പം മൈനസ് V1, അതായത് R1 ഉള്ള V1 മൈനസ് എന്താണ് V2, അതായത് R2 ഡ്രോപ്പ് ആയിട്ടുള്ള വോൾട്ടേജ് V2 മൈനസ് V3 എന്ന് വെച്ചാൽ R3 ഡ്രോപ്പ് ആയിട്ടുള്ള വോൾട്ടേജ് ഇസ് ഈക്വൽ ടു 0. ഇതാണ് ആ ആൾജിബ്രൈക് സം ഓഫ് എന്ന് പറഞ്ഞാൽ ആൾജിബ്രൈക് സം ഓഫ് ഓൾ വോൾട്ടേജസ് അറൌണ്ട് എനി ക്ലോസ്ഡ്, ഇതൊരു ക്ലോസ്ഡ് ലൂപ്പ് ആണ്, എനി ക്ലോസ്ഡ് ലൂപ്പ് ഇൻ ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഈസ് ഓൾവേസ് 0 എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന് നമ്മൾ ഈ ഒരു കാര്യം, അതായത് സമ്മേഷൻ V is equal to 0 എന്ന രീതിയിൽ നമ്മൾ എഴുതും. അതല്ലെങ്കിൽ ഇങ്ങനെയും നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് കിട്ടാനായിട്ട് നമുക്ക് ആ സർക്യൂട്ടിലുള്ള ഓരോ വോൾട്ടേജ് ഡ്രോപ്പും തമ്മിൽ ആഡ് ചെയ്താൽ മതി, അങ്ങനെയും നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് പറയാം എന്താണ്, ക്രിച്ചോഫ്സ് വോൾട്ടേജ് ലോ states that the algebraic sum of all voltages around any closed loop in an electrical circuit is always 0. എന്ന് വെച്ചാൽ സമ്മേഷൻ V is equal to 0 എന്നർത്ഥം. അതിന് മറ്റൊരു തരത്തിൽ നമുക്ക് പറയാം സം ഓഫ് വോൾട്ടേജ് റൈസസ് is equal to സം ഓഫ് വോൾട്ടേജ് ഡ്രോപ്പ്. നമ്മൾ നേരത്തെ കണ്ട ആ സർക്യൂട്ടിൽ ഒരു വോൾട്ടേജ് റൈസ് എന്ന് പറഞ്ഞാൽ ബാറ്ററി ഇതൊരു വോൾട്ടേജ് റൈസ് ആണ്. ഇവിടെ നമുക്ക് ഡ്രോപ്പ് ഉണ്ട്, ഇവിടെ രണ്ട് ഡ്രോപ്പ് ഉള്ളു, R1 ഉം
R2 റെസിസ്റ്റർ V1 V2. അപ്പൊ ഇവിടെ പറയുന്നത് സം ഓഫ് വോൾട്ടേജ് റൈസസ്. സം ഓഫ് വോൾട്ടേജസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒറ്റ ഒരെണ്ണേ ഉള്ളൂ അല്ലേ? അപ്പൊ അത് V ഈസ് ഈക്വൽ ടു സം ഓഫ് വോൾട്ടേജ് ഡ്രോപ്പ്. ഇവിടെ V1 ഉം V2 ഉം ആണ്. അപ്പം V1 പ്ലസ് V2. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ മനസ്സിലാക്കാം. കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ. ഓക്കെ. സം ഓഫ് വോൾട്ടേജ് റൈസസ് ഈസ് ഈക്വൽ ടു സം ഓഫ് വോൾട്ടേജ് ഡ്രോപ്പ്. ക്ലിയർ ആണല്ലോ? ദെൻ എന്തുകൊണ്ടാണ് KVL പറ്റി നമ്മൾ KVL ഇത്ര ശരിയാണെന്ന് പറയാൻ കാരണം KVL ശരിക്കും നമ്മൾ കറണ്ട് ലോ കിർച്ചോഫ്സ് കറണ്ട് ലോ പറഞ്ഞപ്പോൾ അവിടെ കൺസർവേഷൻ ഓഫ് ചാർജ് ആയിരുന്നു പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ് നമ്മളിവിടെ KVL അപ്ലൈ ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. അതായത് ഒരു ചാർജ് ക്ലോസർ ലൂപ്പിലൂടെ മൂവ് ചെയ്യാണ് അല്ലെ? ഒരു ചാർജ് ഒരു ക്ലോസർ ലൂപ്പിലൂടെ മൂവ് ചെയ്യാണ്. അപ്പം ഇതൊരു ക്ലോസർ ലൂപ്പാണ്, അതിലൂടെ മൂവ് ചെയ്യാണ് ചാർജ് അല്ലെ? ഇവിടെ വോൾട്ടേജ് ഉണ്ട്. ഓക്കെ, ഇവിടെ R1 R2. സോ ഇറ്റ് ഗെയിൻസ് എനർജി ഫ്രം വോൾട്ടേജ് സോഴ്സ്. ആ ചാർജിന് എനർജി കിട്ടുന്ന എവിടുന്നാ? ഈ വോൾട്ടേജ് സോഴ്സിൽ നിന്നാണ്. സോ ഇറ്റ് ലോസസ് ദി സെയിം എമൗണ്ട് ഓഫ് എനർജി ഇൻ റെസിസ്റ്റേഴ്സ് ആൻഡ് അതർ ലോഡ്. ഇപ്പൊ നമുക്ക് ഈ കൊടുക്കുന്ന അല്ലെങ്കിൽ കിട്ടിയ എനർജി, ഈ ചാർജിന് കിട്ടിയ എനർജി R1ലും കുറച്ച് നഷ്ടപ്പെടും, R2ലും കുറച്ച് നഷ്ടപ്പെടും. പക്ഷെ ഈ R1ലും R2ലും നഷ്ടപ്പെടുന്ന എനർജി നമ്മൾ ആഡ് ചെയ്ത് നമുക്ക് കൊടുത്ത എനർജി കിട്ടില്ലേ? അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. നമുക്ക് ഈ എനർജിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ക്രിയേറ്റ് ചെയ്യാനോ പറ്റില്ല, അതുപോലെ നശിപ്പിക്കാനൊന്നും പറ്റില്ല. അതിനെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ എനർജി കൊടുത്തത് R1ലും കുറച്ച് യൂസ് ചെയ്തു, അത് R1 കൺസ്യൂം ചെയ്തു, R2 കുറച്ച് കൺസ്യൂം ചെയ്തു. അപ്പൊ അതിന്റെ രണ്ടിന്റെയും സം ചെയ്താൽ നമുക്ക് എന്ത് കൊടുത്ത എനർജി കിട്ടും. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അത് വോൾട്ടേജ് സോഴ്സിൽ നിന്നും എനർജി ഗെയിൻ ചെയ്യുന്നു, സെയിം എമൗണ്ട് ഓഫ് എനർജി ഓരോ റെസിസ്റ്ററിലും എന്ത് ചെയ്യുന്നു? അവിടെ ലോസ് ചെയ്യുന്നു. അപ്പം ഇവിടെ വീഴുന്ന അല്ലെങ്കിൽ സെയിം എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഈ പറഞ്ഞ പോലെ R1ന്റെ വാല്യൂ അനുസരിച്ചായിരിക്കും ഇവിടെ V1ന്റെ വാല്യൂ വരിക, R2ന്റെ വാല്യൂ അനുസരിച്ചായിരിക്കും ഇവിടെ V2ന്റെ വാല്യൂ വരിക. റെസിസ്റ്ററിന്റെ വാല്യൂ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതായത് ടോട്ടൽ എനർജി ഗെയിൻഡ്, നമുക്ക് ആ സർക്യൂട്ടിൽ കിട്ടിയ എനർജി കൊടുത്ത അല്ലെങ്കിൽ കിട്ടിയ എനർജി ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ലോസ്റ്റ്. ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഐഡിയ. നമുക്ക് കിട്ടിയ എനർജി, ടോട്ടൽ എനർജി ഗെയിൻഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി നഷ്ടപ്പെട്ട എനർജി. അതാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: സിഗ്മ അല്ലെങ്കിൽ സമ്മേഷൻ V ഈസ് ഈക്വൽ ടു 0. algebraic sum of the all voltages around any closed loop in an electrical circuit is always 0 എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ എവിടേക്കാണ് നമ്മൾ ഈ KVL കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുക? ക്ലോസർ ലൂപ്പിൽ ചെയ്യും, മെഷ് അനാലിസിസ് നമുക്ക് ഉപയോഗിക്കാം, ലൂപ്പ് കറണ്ട് അനാലിസിസ് നമുക്ക് ഉപയോഗിക്കാം, സീരീസ് സർക്യൂട്ടിൽ നമുക്ക് വേണം, അതുപോലെ കോംപ്ലക്സ് ഇലക്ട്രിക്കൽ നെറ്റ്വർക്കിലൊക്കെ നമുക്ക് ഈ KVL അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന സൂപ്പർപൊസിഷൻ തിയറം, തെവെനിൻ തിയറം, നോർട്ടൺ തിയറം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ തിയറങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ അതിലൊക്കെ നമ്മൾ പല ഇടത്തായിട്ട് നമുക്ക് ഇതിന്റെയൊക്കെ ആപ്ലിക്കേഷൻ ആവശ്യമായിട്ട് വരും. ഓക്കെ, ഇനി സൈൻ കൺവെൻഷൻ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഈ ഒരു സൈൻ കൺവെൻഷൻ നമുക്ക് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രോബ്ലംസ് വരുന്ന സമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. നമുക്കൊരു സർക്യൂട്ട് ഉണ്ട്, ബാറ്ററി, അതുപോലെ റെസിസ്റ്റർ, ഇവിടെ റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ റെസിസ്റ്റർ ഉണ്ട്. അപ്പം ഇത് R1 ആണ്, ഇത് R2 ആണ്. ഇതൊരു ഒരു സിംഗിൾ ലൂപ്പുള്ള എന്താണ്? ഒരു സിംഗിൾ ലൂപ്പ്. ഇതൊരു ലൂപ്പാണ് അല്ലെ? ലൂപ്പ് 1, ഒരു സിംഗിൾ ലൂപ്പിന്റെ ഒരു ക്ലോസർ സർക്യൂട്ട് ആണ്. ഇനി നമ്മൾ ഈ ഒരു ലൂപ്പിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, ഈ ഒരു ലൂപ്പിലൂടെ ഈ എനർജി ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും? ഈ വോൾട്ടേജ് റൈസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് കൊടുക്കുന്ന അപ്ലൈഡ് വോൾട്ടേജിനാണ് നമ്മൾ വോൾട്ടേജ് റൈസ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇതിന് ഇങ്ങനെ കണക്ട് ചെയ്യാം: മൈനസിൽ നിന്നും പ്ലസിലേക്ക് ട്രാവൽ ചെയ്യുന്ന എനർജി. ഇവിടെ നമ്മൾ ബാറ്ററി -2 പ്ലസ് എന്ന രീതിയിലാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലെ? -2 പ്ലസ്, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ ഡയറക്ഷൻ നമ്മൾ പറയാം. അപ്പൊ അത് നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ട് എടുക്കും. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ഈ കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യാണ്.
ഈ റെസിസ്റ്ററിലേക്ക് എൻ്റർ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ പോസിറ്റീവായിട്ടും എൻ്റർ ചെയ്യുന്നത് പോസിറ്റീവായിട്ടും ലീവ് ചെയ്യുന്നത് നെഗറ്റീവായിട്ടുമാണ് മാർക്ക് ചെയ്യുക. എൻ്റർ ചെയ്യുന്നത് പോസിറ്റീവും ലീവ് ചെയ്യുന്നത് നെഗറ്റീവും. അതേപോലെ തന്നെ ആ കറണ്ട് ഇവിടെ എത്തി, തിരിച്ചിവിടെ എത്തി. ഇനി ഈ റെസിസ്റ്ററിലോട്ട് എൻ്റർ ചെയ്യുന്നത് പോസിറ്റീവായിട്ടും ലീവ് ചെയ്യുന്നത് നെഗറ്റീവായിട്ടും നമ്മൾ എടുക്കും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യാം, ഓർത്തിരിക്കാം. ഇനി വേറൊരു കാര്യം, വേറെ നമുക്ക്, അതായത് ഇപ്പൊ ഇവിടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് ഈ റെസിസ്റ്റൻസിന്റെ ഡയറക്ഷൻ കാണിക്കുന്നത്. പോസിറ്റീവ് ടു നെഗറ്റീവ് എന്ന രീതിയിലാണ് നമ്മൾ മാർക്ക് ചെയ്തത്. അപ്പം അവിടെ നെഗറ്റീവ് സൈൻ ആണ് ഇടേണ്ടത്. ഇതൊരു കേസ്, ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കി വെക്കാം. അല്ലെങ്കിൽ പറഞ്ഞ പോലെ വോൾട്ടേജ് റൈസിന് നമ്മൾ പോസിറ്റീവ് സൈൻ. ഇപ്പൊ വോൾട്ടേജ് റൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വോൾട്ടേജ് സോഴ്സ് ആണ് വോൾട്ടേജ് റൈസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അത് പോസിറ്റീവ് സൈൻ ആയിട്ട് കൊടുക്കും. ഇനി വോൾട്ടേജ് ഡ്രോപ്പിന് എന്തൊരു നെഗറ്റീവ് സൈൻ ഇടും. ക്ലിയർ ആണോ? സോ വോൾട്ടേജ് ഡ്രോപ്പിന് നമ്മൾ നെഗറ്റീവ് സൈൻ ഇടും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം. ഒന്ന് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. പിന്നെ ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. അപ്പൊ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാ, ഇപ്പം ഒരു ഉദാഹരണത്തിന് ഈ ഒരു സർക്യൂട്ടിന്റെ കാര്യം നമുക്ക് എടുക്കാം. ഇവിടെ നമുക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട്, എത്രയാ, 12 വോൾട്ട് തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 12 വോൾട്ട് തന്നിട്ടുണ്ട്. R1ന്റെ വാല്യൂ നമുക്കൊരു എത്ര എടുക്കാം, ഒരു 3 ഓം എടുക്കാം. R2ന്റെ വാല്യൂ ഒരു 4 ഓം എടുക്കാം. ഓക്കെ, 12 വോൾട്ട് തന്നിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ R1ന്റെ V1 വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുന്നു, ഇവിടെ V2 ഡ്രോപ്പ് ഉണ്ടാവുന്നു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ V1 പ്ലസ് V2 ആയിരിക്കണം അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. കാരണം ടോട്ടൽ KVL പ്രകാരം ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ആ R1ൽ ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജ് പ്ലസ് R2ൽ ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, V1 കണ്ടുപിടിക്കാൻ. V1 എങ്ങനെ കണ്ടുപിടിക്കും? V1 കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ V എന്താ, വോൾട്ടേജ്, അതായത് നമ്മളെ ഈ ഓംസ് ലോ പ്രകാരം V എന്താണ്, I ഇൻറ്റു R ആണോ? അല്ലേ? അതായത് ഈ വോൾട്ടേജ് ഡ്രോപ്പിനെ നമുക്ക് എന്ത് പറയാം, IR ഡ്രോപ്പ് എന്നും വിളിക്കാം. IR ഡ്രോപ്പ്, അതൊന്ന് നോട്ട് ചെയ്യണേ. IR ഡ്രോപ്പ് എന്ന് വെച്ചാൽ നമുക്ക് V എന്ന് പറഞ്ഞാൽ ഓംസ് ലോ പ്രകാരം I ഇൻറ്റു R ആണ്, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. സോ ഇവിടെ നമുക്ക് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് കറണ്ട് I തന്നെയാണ്, ചേഞ്ച് ഒന്നുമില്ല. അപ്പം V1ന്റെ I തന്നെയാണ് ഇൻറ്റു R. ഈ R എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് റെസിസ്റ്ററിനെയാണ് പരിഗണിക്കുന്നത്, ഇവിടെ R1നെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പം അവിടെ R1. സോ V1 എന്ന് പറഞ്ഞാൽ I ഇൻറ്റു R1. ഇനി V2, അതായത് R2 റെസിസ്റ്ററിൽ ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ആണ് V2. അങ്ങനെയാണെങ്കിൽ അവിടെ ടോട്ടൽ കറണ്ട് I തന്നെയാണ് പാസ് ചെയ്യുന്നത് ഇൻറ്റു എന്ത് വരും, ആ റെസിസ്റ്റർ V2 എവിടെ ഡ്രോപ്പ് ആവുന്നത്, R2 അല്ലേ, R2. സോ നമ്മൾ ഒന്ന് ഇവിടെ എഴുതി കഴിഞ്ഞാൽ I R1 പ്ലസ് I R2 എന്ന് വരും, V എന്ന് പറഞ്ഞാൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇപ്പം ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ I കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം, V is equal to, ഈ I രണ്ടിനും കോമൺ ആണ്, I പുറത്തേക്ക് എടുത്തു, I R1 പ്ലസ് R2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ? I രണ്ടിലും കോമൺ ആണ്, അപ്പൊ I നെ നമ്മൾ പുറത്തിട്ടിട്ട് R1 പ്ലസ് R2 എന്ന് എഴുതി. ഇനി അതില് I എന്ന് പറഞ്ഞാൽ I നെ നമ്മളിവിടെ നിർത്തി, R1 പ്ലസ് R2 ഇപ്പുറത്ത് കൊണ്ടുവന്നു, V ബൈ R1 പ്ലസ് R2 എന്ന് കിട്ടും. ഇവിടെ V നമുക്കറിയാം 12 വോൾട്ട് ആണ്, പ്ലസ് 3 പ്ലസ് 4 എത്രയാ, 12/7. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പർട്ടിക്കുലർ ആംപിയർ കിട്ടും. അതാണ് ഇതിന്റെ ഈ സർക്യൂട്ടിലെ കറണ്ട്. സോ ഇങ്ങനെയാണ് നമ്മളത് സോൾവ് ചെയ്യുക. ജസ്റ്റ് അത് പറഞ്ഞാണ്. അപ്പം നമ്മൾ ഈ മാർക്ക് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യരുത്, മാറിപ്പോരുത്. ഇത് നമുക്ക് ഇങ്ങനെയും ചെയ്യാം. നമുക്ക് ഇങ്ങനെ സൈൻ കൺവെൻഷൻ ഉപയോഗിച്ച് ചെയ്യാം. നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം. സ്റ്റെപ്പ്, ഒരു കിർച്ചോഫ് വോൾട്ടേജ് ലോ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട സ്റ്റെപ്പ്, രണ്ടും ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് മാത്രമായിരിക്കില്ല, ചിലപ്പോൾ 2 ക്ലോസ്ഡ് സർക്യൂട്ട് തന്നിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, രണ്ടും ഓരോന്നും ഇത് ആദ്യം ചെയ്യണം. ആദ്യം നമ്മളൊരു ഒരു ലൂപ്പ് മാത്രം കൺസിഡർ ചെയ്യുക. അപ്പോൾ ലൂപ്പ് 1, 2, അത് നമ്മൾ ഒരു ലൂപ്പ് മാത്രം കൺസിഡർ ചെയ്യുക. അതിന്റെ ഡയറക്ഷൻ നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ടും അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടും ഏത് ഡയറക്ഷൻ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, അസ്യൂം ചെയ്യുക. ഇതാണ് ക്ലോക്ക് വൈസ്, ഇതാണ് ആന്റി ക്ലോക്ക് വൈസ്, ഇത് ക്ലോക്ക് വൈസ്, ഇത് ആന്റി ക്ലോക്ക് വൈസ്. സോ രണ്ടായി എടുത്താലും കറക്റ്റ് ആണ്, നമുക്ക് അതിനനുസരിച്ചുള്ള സൈൻ ഇട്ട് കൊടുക്കണം എന്ന് മാത്രം. പിന്നെ നമുക്ക് വേണ്ടത് അതിലെ വോൾട്ടേജ് റൈസും വോൾട്ടേജ് ഡ്രോപ്പും മാർക്ക് ചെയ്യാം. അപ്ലൈ KVL.
ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ. ഓക്കെ, ആദ്യം നമ്മൾ ഒരു ക്ലോസ്ഡ് ലൂപ്പ് കൺസിഡർ ചെയ്യുക, അതിന്റെ ഡയറക്ഷൻ നമ്മൾ മാർക്ക് ചെയ്യുക, പിന്നെ അതിന്റെ വോൾട്ടേജ് റൈസുകളും വോൾട്ടേജ് ഡ്രോപ്പും എടുക്കുക, അപ്ലൈ കെ വി എൽ, അപ്ലൈ കെ വി എൽ. ക്ലിയർ ആണല്ലോ? ഒരു എക്സാമ്പിൾ ചെയ്യാം നമുക്ക്. സോ ഈ ഒരു ചോദ്യത്തിൽ ടോട്ടൽ കറണ്ട് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അപ്ലൈ കെ വി എൽ ചെയ്യാൻ പോകണം. അപ്ലൈ കെ വി എൽ. നമുക്ക് ഇതിനെ ലൂപ്പായിട്ട് നമുക്ക് ക്ലോക്ക് വൈസിലേക്ക് ലൂപ്പ് ആക്കി എടുക്കാം. ലൂപ്പ് 1 ആണ്. അപ്ലൈ കെ വി എൽ അറ്റ് ലൂപ്പ് 1. ഓക്കെ, ഇനി ഇവിടെ വോൾട്ടേജ് റൈസുകൾ ഏതൊക്കെയാണ്? വോൾട്ടേജ് റൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് 12 വോൾട്ട് ആണുള്ളത് അല്ലെ. വോൾട്ടേജ് റൈസസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് 12 വോൾട്ടേ ഉള്ളൂ. അത് പ്ലസ് ആണ് അല്ലെ. ഇനി വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് എവിടേക്കാ? ഇത് ഈ 2 ഓമിലും 4 ഓമിലല്ലേ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുക. അപ്പൊ വോൾട്ടേജ് ഡ്രോപ്സ് ഈസ് ഈക്വൽ ടു 2 ഓമിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് ഡ്രോപ്പ്, ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് നമ്മൾ ഐ ആയിട്ട് എടുക്കുക. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് ഡ്രോപ്പ് IR1. ഇത് നമുക്ക് R1 ആക്കി എടുക്കാം, ഇവിടെ R2 ആക്കി എടുക്കാം. സോ ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് V1 ഉം ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് V2. IR1 എന്ത് വരും? IR1 ഉം അതുപോലെ IR2 ആണ് വോൾട്ടേജ് ഡ്രോപ്പുകൾ. ക്ലിയർ ആണല്ലോ? ഇനി സൈൻ കൺവെൻഷൻ വെച്ച് നമുക്ക് ഒന്ന് പറഞ്ഞു നോക്കാം. നമ്മളിവിടെ മൈനസ് പ്ലസ് ആണ് അല്ലെ. ഈ കറണ്ട് ഇവിടെ ട്രാവൽ ചെയ്ത് വന്ന് ഇവിടെ നിന്ന് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കും, ഇവിടെ നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കും. അതായത് ഈ റെസിസ്റ്ററിലേക്ക് എൻ്റർ ചെയ്യുന്ന ഭാഗം പോസിറ്റീവും റെസിസ്റ്ററിൽ നിന്ന് ലീവ് ചെയ്യുന്ന ഭാഗം നെഗറ്റീവും. അതേപോലെ ഇവിടെ വന്നിട്ട് എൻ്റർ ചെയ്യുന്ന ഭാഗം പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ എഴുതാം. ഇവിടെ -2 പ്ലസ് ആണ് ഇതിന്റെ ഡയറക്ഷൻ എങ്കിൽ അവിടെ നമ്മൾ +12 തന്നെ ഇടും. ഇനി ഇവിടെ അത് നേരെ ഇവിടെ എത്തിയപ്പം ഇവിടെ എന്താണ് +2 മൈനസ് ആണ് നമ്മൾ ഇവിടുത്തെ ഡയറക്ഷൻ വരുന്നത്. അപ്പം മൈനസ് എന്ത് വരും? V1 വരും. എന്നുവെച്ചാൽ ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ്. പിന്നെ അത് നേരെ ഇവിടെ എത്തിയപ്പോൾ വീണ്ടും +2 മൈനസ് ആണ്, അങ്ങനെ വരും -V2 വരും, ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇതാണ് KVLന്റെ അടിസ്ഥാനമായിട്ടുള്ള ഇക്വേഷൻ. അതായത് നമ്മൾ പറയുന്നത് മൈനസിൽ നിന്നും പ്ലസിലേക്കാണ് അതിന്റെ ട്രാവലിംഗ് വരുന്നതെങ്കിൽ അത് നമ്മൾ എന്ത് കണക്കാക്കണം? അത് പോസിറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം. ഇനി പ്ലസിൽ നിന്നും മൈനസിലേക്കാണ് അതിന്റെ ട്രാവലിംഗ് വരുന്നതെങ്കിൽ എന്ത് വരണം? ആ ലൂപ്പ് ട്രാവൽ ചെയ്യുന്നെങ്കിൽ എന്ത് വരണം? നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം. ഇതൊരു ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷനിലേക്ക് എത്താം. സോ ഇവിടെ 12 മൈനസ് V1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം IR1 ആണ്, മൈനസ് V2 IR2 ആണ്, ഈക്വൽ ടു 0. സോ 12 മൈനസ് I അറിയില്ല, I ഇൻറ്റു എത്രയാണ്? R1 എന്ന് പറഞ്ഞാൽ 2 ആണ്, മൈനസ് I അറിയില്ല ഇൻറ്റു R2 നമുക്ക് 4 ആണ്, ഈക്വൽ ടു 0. ഓക്കെ, ഇനി 12 മൈനസ് ഈ ഐയും രണ്ടിലും കോമൺ ആണ്. അപ്പൊ നമ്മൾ I പുറത്തെടുക്കാം, ഇൻറ്റു എന്ത് വരും? 2 മൈനസ് 4 എന്ന് വരും അല്ലെ. 2 മൈനസ് 4 ഈസ് ഈക്വൽ ടു 0. സോ 12 മൈനസ് I ഇൻറ്റു എന്ത് വരും? 2 മൈനസ് 4 എന്ന് പറഞ്ഞാൽ എത്ര വരിക? ഇത് വരുന്ന സമയത്ത് മൈനസ്, ചെറിയതായിട്ട് തെറ്റിപ്പോയോ? ഒന്നുകൂടി നമുക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് എവിടെയാ ഈ ഒരു പ്രോബ്ലം അല്ലേ? നമുക്ക് ഒരു കാര്യം ചെയ്യാം, മൈനസിനെയൊക്കെ എടുത്ത് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം, അതാക്കി എളുപ്പം. പ്ലസ് 12 ഇവിടെ നിർത്തിയിട്ട് ബാക്കി 2I പ്ലസ് 4I എന്ന് കിട്ടും. ഇനി അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു? ഈ 2I പുറത്തെടുത്തു, അപ്പൊ 2 പ്ലസ് 4 എന്ന് കിട്ടി അല്ലെ. ഇനി 12 ഇവിടെ ഉണ്ട്, I ഇൻറ്റു എന്ത് വരും? 4 പ്ലസ് 2 6. സോ I കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ 6നെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു, 12/6 എത്ര വരും? 2 ആംപിയറിന് വരും. ഇപ്പോൾ കറണ്ട്, ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാണ്? 2 ആംപിയർ ആണെന്ന് നമുക്ക് കിട്ടി. 2 ആംപിയർ കറണ്ട് ആണ് ഈ സർക്യൂട്ടിലൂടെ ഒഴുകുന്നത്. ക്ലിയർ ആണല്ലോ? ഒന്ന് വോൾട്ടേജ് റൈസ്, വോൾട്ടേജ് ഡ്രോപ്പ് എന്ന രീതിയിൽ നമുക്ക് എടുക്കാം. വോൾട്ടേജ് ഡ്രോപ്പിന് നമ്മൾ മൈനസ് ഇട്ട് കൊടുക്കും, അങ്ങനെ ചെയ്യാം. അതുപോലെ ഇങ്ങനെ സൈൻ വെച്ചിട്ടാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷനിലേക്ക് എത്താം. രണ്ട് ടൈപ്പ് നമുക്ക് മനസ്സിലാക്കി വെക്കണം കേട്ടോ, ആണ് പറഞ്ഞത്. ഒരു പ്രോബ്ലം കൂടി ചെയ്താലോ? ഒന്ന് സ്വയം ചെയ്തു നോക്കാൻ പറ്റുമോ?
വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യാം, എന്നിട്ട് സ്വന്തം ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതായത് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഈ ഒരു സർക്യൂട്ട് 4, 8, 12 ഓമിന്റെ 3 റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ലൂപ്പ് നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ഇതാണ് ലൂപ്പ്. സോ ഇവിടെ മൈനസ് പ്ലസ്, ഇത് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തുമ്പോൾ ഇവിടെ പ്ലസ് മൈനസ്, ഇവിടെ പ്ലസ് കയറുന്ന ഭാഗം, ഈ കറണ്ട് കയറുന്ന ഭാഗം പ്ലസ്, ഇറങ്ങുന്ന ഭാഗം മൈനസ്, ഇവിടെ കയറുന്ന ഭാഗം പ്ലസ്, ഇറങ്ങുന്ന ഭാഗം മൈനസ്. എടുത്തല്ലോ. ഇതിന്റെ ഇക്വേഷൻ എഴുതിയാലോ. ഇവിടെ ഡ്രോപ്പ് ആവുന്നത് V1 ആണ്, ഇവിടെ V2 ആണ്, ഇവിടെ V3 ആണെന്ന് സങ്കല്പിക്കാം. അതായത് R1, R2, R3 എന്ന് പേര് കൊടുത്തു. ഇനി ഇക്വേഷൻ എഴുതുന്ന സമയത്ത് ഇതിന്റെ ട്രാവൽ -2 പ്ലസ് ആണ്, അത് നമ്മൾ പ്ലസ് ചിഹ്നം തന്നെ ഇട്ടു. 24 മാറ്റൊന്നുമില്ല. ഇനി ഈ റെസിസ്റ്റർ പ്ലസിൽ നിന്ന് മൈനസിലേക്കാണ് ഇതിന്റെ ലൂപ്പ് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഡയറക്ഷൻ. അപ്പൊ അതുകൊണ്ട് -V1, ഇവിടെ ഉണ്ടാവുന്ന ഡ്രോപ്പ് ആണ് V1. പിന്നെ അടുത്ത ഇവിടെ എത്തി V2 പ്ലസ് ഇവിടുത്തെ ഇതിന്റെ റെസിസ്റ്ററും പ്ലസിൽ നിന്ന് മൈനസിലേക്കാണ്, സോ -V2. ഇവിടെ എത്തിയപ്പം ഇവിടെയും പ്ലസിൽ നിന്നും മൈനസിലേക്കാണ്, സോ എന്താണ് -V3 is equal to 0 എന്ന് വരും. സോ 24 മൈനസ് V1 എന്താ? V1 എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറണ്ട് ഇൻറ്റു R1, V2 എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറണ്ട് ഇൻറ്റു R2, V3 എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറണ്ട് ഇൻറ്റു R3. ഓക്കെ, സോ നമ്മൾ അതിൽ കൊടുക്കുകയാണ് I R1 മൈനസ് I R2 മൈനസ് I R3 is equal to 0. ഇനി നമുക്ക് ഈ മൈനസ് എല്ലാം നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 24 നിർത്തി is equal to I R1 പ്ലസ് I R2 പ്ലസ് I R3 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് വാല്യൂ ഇട്ട് കൊടുക്കാം. R1ന്റെ വാല്യൂ 4 ആണ്, അപ്പൊ 4I1 പ്ലസ് R2ന്റെ വാല്യൂ 8 ആണ്, സോ 8I2. സോറി, 8 I1 ഇല്ലല്ലോ, I അല്ലേ ഉള്ളൂ, I മാത്രമേ ഉള്ളൂ, കാരണം അതിൽ വേറെ ഇല്ല. 8I പ്ലസ് R3ന്റെ വാല്യൂ എത്രയാ? 12I. സോ അങ്ങനെ വരുന്ന സമയത്ത് 24 വോൾട്ട് ഉണ്ട് അല്ലേ. സോ 24 ഈസ് ഈക്വൽ ടു, ഈ എല്ലാ മൂന്നിലും I കോമൺ ആണ്, സോ I പുറത്തേക്ക് എടുത്തു, ഇൻറ്റു 4 പ്ലസ് 8 പ്ലസ് 12 എന്ന് കിട്ടും. എങ്ങനെ വരും? I കാണാനായിട്ട് I ഈസ് ഈക്വൽ ടു 24ന്റെ ഇതിനെ നമ്മൾ താഴെ ഇവിടേക്ക് കൊണ്ടുവരും. എങ്ങനെ കൊണ്ടുവരും? 4 പ്ലസ് 8 പ്ലസ് 12. സോ 24 ഡിവൈഡ് ബൈ 8 4 12 12 24. I ഈസ് ഈക്വൽ ടു 24 ബൈ 24 ഈസ് ഈക്വൽ ടു 1 ആംപിയർ എന്ന് കിട്ടും. അപ്പം ഈ ഒരു സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ 1 ആംപിയർ ആണ്. ക്ലിയർ ആണോ? നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞു തരട്ടെ. ഇതിപ്പം അപ്ലൈ യൂസിങ് KVL എന്നാണ് ചോദിക്കുന്നെങ്കിൽ നമ്മൾ ഈ ഒരു ഫൈൻഡ് I യൂസിങ് KVL എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സ്റ്റെപ്പ് വേണം ഫോളോ ചെയ്യാൻ. ഇനി ജസ്റ്റ് ഫൈൻഡ് കറണ്ട് മാത്രമേ തന്നുള്ളൂ, നമുക്ക് എന്ത് ചെയ്താൽ മതി? KVL തന്നില്ല, എന്ത് ചെയ്താൽ മതി? I കാണാൻ നമുക്കറിയാം V/R ആണ് അല്ലെ. അപ്പം V നമുക്ക് ഇവിടെ അറിയാം എന്താണ്? 24 ആണ്. ഇനി R എന്ന് പറഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ഇവിടെ സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് R1 പ്ലസ് R2 പ്ലസ് R3 അല്ലേ. അതായത് R1 പ്ലസ് R2 പ്ലസ് R3 ആണ്. അങ്ങനെയാണെങ്കിൽ 24 ഡിവൈഡഡ് ബൈ എന്ത് വരും? ഈ പറഞ്ഞ 4 പ്ലസ് 8 പ്ലസ് 12 എന്ന് വെച്ചാൽ 24/24 ഈക്വൽ ടു 1 ആംപിയർ. ഇങ്ങനെ നമുക്ക് എളുപ്പം ചെയ്യാം. പക്ഷെ KVL എന്ന് ചോദിച്ചാൽ, ഫൈൻഡ് കറണ്ട് യൂസിങ് KVL, അപ്ലൈയിങ് KVL എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് വഴി വേണം ചെയ്യാനായിട്ട്. ലൂപ്പ് കൺസിഡർ ചെയ്തിട്ട് അതിന്റെ സൈനും കൺവെൻഷനൊക്കെ കൊടുത്ത് ഇങ്ങനെ വേണം സോൾവ് ചെയ്യാനായിട്ട്. ഇനി അതല്ല വെറുതെ കറണ്ട് കാണാനായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഓംസ് ലോ പ്രകാരമുള്ള I ഈക്വൽ ടു V/R ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? സോ പ്രധാനമായിട്ട് ഓർത്തിരിക്കുക, KVL ക്ലോസ്ഡ് ലൂപ്പിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അതുപോലെ നമുക്ക് ഏത് ഡയറക്ഷൻ വേണമെങ്കിലും ചൂസ് ചെയ്യാം, പക്ഷെ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ആ ത്രൂ ഔട്ട് ആ സർക്യൂട്ടിൽ നമ്മൾ ആ ഡയറക്ഷൻ തന്നെ ഫോളോ ചെയ്യണം. ക്ലോക്ക് വൈസ് ആണെങ്കിലും ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിലും. പിന്നെ ബാറ്ററി നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ വോൾട്ടേജ് റൈസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ക്രോസിംഗ് എ ബാറ്ററി ഫ്രം പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, സോ ഒരു റെസിസ്റ്ററിൽ കറണ്ട് എന്താ ചെയ്യുന്നത്? വോൾട്ടേജ് ഡ്രോപ്പ് ആണ് ചെയ്യുന്നത് അല്ലേ. സോ
അതായത് നമ്മൾ പറയാം മൂവിങ് വിത്ത് കറണ്ട്, കറണ്ടിനോട് ഇപ്പം പ്ലസ് ടു മൈനസ് ആണ് റെസിസ്റ്ററിംഗിൽ കറണ്ടിനോട് മൂവ് ചെയ്ത് ഇങ്ങനെയാണ് കറണ്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നെങ്കിൽ പ്ലസ് ടു മൈനസ് ആണ്. സോ അത് വോൾട്ടേജ് ഡ്രോപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനി മൂവിങ് അഗൈൻസ്റ്റ് കറണ്ട് ആണ്. ഇനിയിപ്പോ കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത് റെസിസ്റ്ററിന്റെ വാല്യൂ ഇവിടെ മൈനസും ഇവിടെ പ്ലസും ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് വോൾട്ടേജ് റൈസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യും. ഓക്കെ, അത് ഒന്ന് ഓർത്തിരിക്കാം. സോ KVLും KCLും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് ഇവിടെ നമ്മൾ ലൂപ്പിലാണ് ഇത് അപ്ലൈ ചെയ്യുക, ഇവിടെ നമ്മൾ നോഡിലാണ് അപ്ലൈ ചെയ്യുക. അതുപോലെ കൺസർവേഷൻ ഓഫ് എനർജി ആണ് KVL പറയുന്നത്, ഇത് കൺസർവേഷൻ ഓഫ് ചാർജിന്റെ ബേസിലാണ് KCL പറയുന്നത്. ഇവിടെ സം ഓഫ് വോൾട്ടേജ് സീറോ ആയിരിക്കും, ഇവിടെ സം ഓഫ് കറണ്ട് സീറോ ആയിരിക്കും. ഇവിടെ വോൾട്ടേജിന്റെ യൂണിറ്റ് വോൾട്ട് ആണ്, അത് കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. മെഷ് അനാലിസിസിലാണ് നമ്മൾ ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ നോഡൽ അനാലിസിസിലാണ് നമ്മൾ മെയിൻ ആയിട്ട് KCL അപ്ലൈ ചെയ്യുന്നത്. സോ ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള KVLും KCLും ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ട കോമ്പിനേഷൻ ആയിട്ടുള്ള സർക്യൂട്ടുകളായിരിക്കും എക്സാമിന് ചോദിക്കുക. നിങ്ങളുടെ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിൽ ഇങ്ങനത്തെ ഈ KCL KVL ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ടോപ്പിക്കിൽ KCL KVL സിലബസിൽ ഇല്ല. പക്ഷെ ആ KCL KVL നമ്മൾ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ പല സർക്യൂട്ടുകളും സൂപ്പർ പൊസിഷൻ വെച്ച് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ഇതിന്റെയൊക്കെ ഒരു ആപ്ലിക്കേഷൻസ് അവിടെ ഉപയോഗിക്കാനുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ക്ലാസ് നമ്മളോട് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ സൂപ്പർ പൊസിഷൻ പോലെ തെവനിയൻ തിയറം പോലത്തെ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് ഇനി അടുത്തത് കുറച്ച് KCL KVLന്റെ പ്രോബ്ലംസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നമ്മുടെ മെയിൻ ടോപ്പിക്സ് ആയിട്ടുള്ള സൂപ്പർ പൊസിഷൻ തിയറത്തിലേക്ക് കടക്കാം. ഓക്കെ, താങ്ക് യു. നന്നായിട്ട് പഠിക്കാം.